ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും എല്ലാ പാർട്ടിക്കാരും അവരവരുടേതായ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തകൃതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത്തവണ കൂടുതലും മാധ്യമ ശ്രദ്ധ നേടുന്നതും കൂടുതലും ജനകീയമായി ജനങ്ങൾക്കിടയിൽ കൂടുതലായി പ്രവർത്തിച്ചു വരുന്നത് BJP ആണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച എല്ലാ പാളിച്ചകളും മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ തന്നെയാണ് BJPയുടെ ദൃഢനിശ്ചയം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും BJPക്ക് മേൽക്കൈ ഉണ്ടാകാനാണ് സാധ്യതകൾ കാണുന്നത്. തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട് എന്നിങ്ങനെയുള്ള ജില്ലകളിലാണ് കൂടുതലായും BJPക്ക് സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകൾ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJPയുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയും. ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളായി അതീവ ജാഗ്രതയോടുകൂടിയും അതുപോലെ തന്നെ വളരെ തീവ്രമായിട്ടുമാണ് BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. BJPക്ക് സ്വാധീനമുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് തൃശൂർ എന്ന് പറയുന്നത്. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് സുരേഷ് ഗോപി മത്സരിക്കുകയും എന്നാൽ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തൊരു മണ്ഡലമാണ്. എന്നാൽ ഇത്തവണത്തെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. കാരണം നരേന്ദ്രമോദി നേരിട്ടിറങ്ങി സുരേഷ് ഗോപിക്കായി പ്രവർത്തിക്കുന്നു എന്ന വിലയിരുത്തലുകളാണ് കാണുന്നത്. തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നഗരി ആയതുകൊണ്ട് തന്നെ കൂടുതലും അവിടെ ഹിന്ദു വോട്ടുകൾക്ക് പ്രാധാന്യമേറെയാണ്. സുരേഷ് ഗോപി ആയിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കുക എന്നുള്ളത് മുൻപ് തന്നെ പ്രചരിച്ചിരുന്നൊരു വാർത്തയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നേടാനുള്ള പ്രവർത്തനങ്ങൾ മുൻപ് തന്നെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുൻപ് തന്നെ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചതും അതുപോലെ തന്നെ മറിയക്കുട്ടിയെ പോയി സന്ദർശിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അത് വലിയ രീതിയിലൊക്കെ വാർത്തയാകുകയും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തനായ കരുത്തനായ BJPയുടെ ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ, അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാനും ജനങ്ങൾക്കിടയിൽ ജനകീയനായി നിൽക്കാനും ഏറെ ശ്രദ്ധിച്ചിരുന്നൊരു വ്യക്തിയാണ്. മുൻപ് പറഞ്ഞതുപോലെ മറിയക്കുട്ടിയെ പോയി കാണുകയും അതുപോലെ തന്നെ പല രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും അതൊക്കെ വലിയ രീതിയിൽ വാർത്തയിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് PC ജോർജ് BJPയിലേക്ക് ചേർന്നത് വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുകയും എല്ലാ പാർട്ടിക്കാരും ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. BJP സംബന്ധിച്ചിടത്തോളം മുൻപ് വലിയ രീതിയിൽ BJPയും അതുപോലെ തന്നെ മോദി സർക്കാരിനെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് PC ജോർജ്. അദ്ദേഹം ഇത്തരത്തിൽ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിലായി BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം, അതായത് BJPക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും BJP മുൻപോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് മോദി വീണ്ടും കേരളം സന്ദർശിക്കാൻ വരുന്നു എന്ന വാർത്തയും വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളം സന്ദർശിക്കുമെന്ന് NDA അധ്യക്ഷനായ K. സുരേന്ദ്രൻ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കാനായി എത്തുന്നത്. കഴിഞ്ഞ 2 തവണയും മോദി കേരളത്തിലെത്തിയപ്പോൾ അത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരുന്നു. ആദ്യത്തെ തവണ നരേന്ദ്രമോദി കേരള സന്ദർശനത്തിന് എത്തിയപ്പോൾ അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരുന്നു. ആദ്യത്തെ തവണ ഒരു മഹിളാ സമ്മേളനമായിരുന്നു നരേന്ദ്രമോദി സംഘടിപ്പിച്ചിരുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ആ ഒരു BJP മഹിളാ സമ്മേളനത്തിൽ ഏകദേശം 2 ലക്ഷത്തിലധികം സ്ത്രീകളായിരുന്നു പങ്കെടുത്തിരുന്നത്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികൾ, മണിക്കൂറുകളോളം നീണ്ടുനിന്ന പരിപാടികളെല്ലാം തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ നടത്തിയിരുന്നു. ഈ ഒരു സമ്മേളനത്തിന് ശേഷം തൃശ്ശൂരിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കാൻ മോദിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് സ്ത്രീകളെ അണിനിരത്താനും അവരുടെ ഒരു പ്രാതിനിധ്യം അറിയിക്കാനും അതുപോലെ തന്നെ മോദി സർക്കാർ സ്ത്രീപക്ഷത്താണ്, സ്ത്രീജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു നരേന്ദ്രമോദി നടത്തിയത്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനവും വലിയ രീതിയിൽ വാർത്തയാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ആ സന്ദർശനത്തിൽ അദ്ദേഹം റോഡ് ഷോയും
ഗോപിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു മാസത്തിനിടയിൽ 2 തവണയാണ് നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചിരുന്നത്. ഈ ഒരു സന്ദർശനത്തിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, അതായത് ഒരു മാസത്തിനിടയിൽ 2 തവണ മോദി കേരളം സന്ദർശിച്ചതിന് കാരണം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്, തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മോദി കേരളം സന്ദർശിക്കുന്നത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. വളരെ വിപുലമായിട്ടുള്ള പരിപാടികളായിരുന്നു ആ ഒരു മോദി സന്ദർശനത്തിൽ ക്രമീകരിച്ചിരുന്നത്. ഏകദേശം 50,000-ലധികം BJP പ്രവർത്തകർ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷമായിരുന്നു അദ്ദേഹം അടുത്ത ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. നിരവധി താരങ്ങളും ജനങ്ങളുമൊക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. അതിനുശേഷം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഈ ഒരു സന്ദർശനവും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. കാരണം ഇതിനു മുൻപ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുൻപായിരുന്നു ഈ ഒരു സംഭവം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു രാമക്ഷേത്ര സന്ദർശനവും ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ടാക്കാൻ ആ സമയത്ത് സാധിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന പക്ഷം BJPക്ക് തീർച്ചയായും കേരളത്തിൽ ഇടം പിടിക്കാൻ സാധിക്കും. കേരളത്തിലെ മറ്റ് BJP പ്രവർത്തകരുടെ, അതായത് അധ്യക്ഷനായ K. സുരേന്ദ്രൻ, അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ പോലുള്ളവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് BJPക്ക് ഇത്തവണ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വീണ്ടും വരികയാണെങ്കിൽ അത് കേരള ജനതയെ സ്വാധീനിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത്തവണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തീർച്ചയായും വലിയ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് ഉറപ്പാണ്. മോദി കേരളത്തിൽ എത്തുന്നതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയമായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടാകും. ഈ കഴിഞ്ഞ കുറേ കാലയളവിലെ BJPയുടെ പ്രവർത്തനങ്ങളും അതുപോലെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന സംഭവങ്ങളും ഒക്കെ വിലയിരുത്തുകയാണെങ്കിൽ ഇത്തവണ ഉറപ്പായും BJPക്ക് വിജയസാധ്യത ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും.